ഞാൻ കഴിഞ്ഞ മാസം നോർത്ത് ഇന്ത്യയിലെ വാരണാസി വന്ദേ ഭാരതിലും പിന്നെ നമ്മുടെ കാസർഗോഡ് വന്ദേ ഭാരതിലും ട്രാവൽ ചെയ്ത് ഫുഡ് കഴിച്ചായിരുന്നു. അതിൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഭയങ്കര ഡിഫറൻസ് ആണ് എനിക്ക് ഈ രണ്ട് വണ്ടിയിലെ കൊണ്ട് തോന്നിയത്. വാരണാസി വന്ദേ ഭാരത് അത്യാവശ്യം നല്ലൊരു ഡിമാൻഡുള്ളൊരു വണ്ടിയാണ്. ഇന്ത്യയിലെ തന്നെ ഫാസ്റ്റസ്റ്റ് വണ്ടിയാണ്, ഫാസ്റ്റസ്റ്റ് വന്ദേ ഭാരതാണ്. ഭയങ്കര പ്രീമിയം ആൾക്കാർ പോകുന്നൊരു വണ്ടിയാണ്. കാസർഗോഡ് വന്ദേ ഭാരതും സെയിം തന്നെ. നമ്മുടെ ഇന്ത്യയിലെ ഹയസ്റ്റ് ഓക്യുപ്പൻസി വന്ദേ ഭാരത് ട്രെയിനുകളിൽ 7ാമത്തെയാണ് തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത്. വണ്ടി എപ്പോഴും ഫുള്ളായിട്ട് ഓടുന്ന വണ്ടിയാണ്, നല്ല ഡിമാൻഡുള്ള വണ്ടിയാണ്, പ്രീമിയം വണ്ടിയാണ്, എല്ലാമാണ്. ഈ രണ്ട് വണ്ടിയിലും യാത്ര ചെയ്ത പിന്നെ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഇവിടെ കിട്ടുന്ന ഫുഡാണ് ഏറ്റവും ബെസ്റ്റ് ഉള്ള കാര്യം പറയാമല്ലോ. നമ്മൾ ഒരു കാര്യം പറയാം, അതായത് നമ്മൾ ഈ പ്രീമിയം ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ചാനലുകൾ പ്രീമിയം ട്രെയിൻസിൻ്റെ ഒരു പ്ലേലിസ്റ്റാണ്, നോക്കിയാൽ മതി. എല്ലാം നമ്മൾ അത്യാവശ്യം എല്ലാം കുറേയൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. കുറേ രാജധാനി, വന്ദേ ഭാരത്, ശതാബ്ദിയൊക്കെ, ദുരന്തമൊക്കെ. ഇത്ര യാത്ര ചെയ്തതിൽ ശരിക്കും പറഞ്ഞാൽ നോർത്ത് എന്നല്ല, കേരളം വിട്ടാൽ നമ്മൾ കേരളത്തിൻ്റെ വന്ദേ ഭാരത് ഒഴികെ ബാക്കി എല്ലാം വൻ ശോകം എന്ന് വെച്ചാൽ ഇത് ഫുഡ് വൻ ശോകമാണ്. നമുക്കൊരു ആ പൈസയ്ക്കുള്ള ആ ഒരു ക്വാളിറ്റി ഇല്ല. ക്വാണ്ടിറ്റി ഓക്കെ കുഴപ്പമില്ല, പക്ഷെ ക്വാളിറ്റി ഇല്ല. എക്സെപ്റ്റ് തിരുപ്പതി വന്ദേ ഭാരത്. ഞാൻ തിരുപ്പതി വന്ദേ ഭാരതിൽ ഇതിലൂടെ പോയിട്ടുണ്ടായിരുന്നു. നല്ല ഫുഡാണ് എനിക്ക് അതിൽ കിട്ടിയത്. അപ്പോൾ ഈ തിരുപ്പതി വന്ദേ ഭാരതും കാസർഗോഡ് വന്ദേ ഭാരത്, മംഗലാപുരം വന്ദേ ഭാരത്, ഈ 3 വണ്ടിയും ഒഴിച്ച് നിർത്തിയ ബാക്കി കിട്ടുന്ന വണ്ടിയിലെ ഫുഡൊക്കെ പറയുന്നത് വൻ ശോകമാണ് ഉള്ള കാര്യം പറയാമല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും ഈ പ്രീമിയം ട്രെയിനിൽ കയറുമ്പോൾ അത്യാവശ്യം ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും ഫുഡ് സെലക്ട് ചെയ്യും. ഫുഡ് സെലക്ട് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ പ്രീമിയം ട്രെയിനിൽ ഇപ്പോൾ രാജധാനിയിലൊക്കെ പോകുമ്പോൾ സ്റ്റോപ്പൊക്കെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാണെങ്കിലും വാങ്ങിക്കാണെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അതുമല്ല, ചില പ്രീമിയം ട്രെയിനിലൊക്കെ ഇവർ ഓൺലൈൻ ഫുഡ് ഡെലിവറി അലോ ചെയ്യത്തില്ല. അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫുഡ് കിട്ടാതെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കൂടുതലും ട്രെയിനിൽ കൂടെ തന്നെ നമ്മൾ വിത്ത് ടിക്കറ്റിൻ്റെ കൂടെ നമ്മൾ ഫുഡ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല പൈസയാണ് നമ്മൾ ട്രെയിനിൽ കൂടെ ഭക്ഷണം മേടിക്കുമ്പോൾ. ക്വാണ്ടിറ്റിയൊക്കെ ഓക്കെ കുഴപ്പമില്ല, പക്ഷേ ക്വാളിറ്റി ഭയങ്കര മോശമാണ്. അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ രാവിലെ വിടുന്ന വണ്ടി, ഇപ്പോൾ വാരണാസി വന്ദേ ഭാരത് രാവിലെ 6 മണിക്കാണ് വാരണാസിയിൽ നിന്ന് വിടുന്നത്. അപ്പോൾ ഈ രാവിലെ അവിടെ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ രാവിലെ 6 മണിക്ക് വണ്ടിയിൽ കയറ്റണമെങ്കിൽ ഇവർ 4 മണി 3 മണിയൊക്കെ ആകുമ്പോൾ പ്രിപ്പറേഷൻ തുടങ്ങും. അപ്പോൾ ഈ പ്രിപ്പറേഷൻ തുടങ്ങി എനിക്ക് അന്ന് ഞാൻ ആ വണ്ടിയിൽ യാത്ര ചെയ്തപ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയത് ഒരു ഉണക്ക പൂരി, ഇത്രയും വലിപ്പത്തുള്ളൊരു പൂരിയും പിന്നെ ഒരു ബാജിയാണ് ഒട്ടുമില്ല, തീരെ സൈസില്ല, ഭയങ്കര ക്വാണ്ടിറ്റി കുറവാണ്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഐറ്റംസും തീരെ ഒട്ടും രുചിയില്ലായിരുന്നു. പെട്ടെന്ന് ആർക്കാണ്ട് വേണ്ടി ഉണ്ടാക്കി കൊടുത്തു വിടുന്നതാണോ എന്താണെന്നൊരു പിടിയില്ല. ഭയങ്കര കല്ല് പോലെയും ഒട്ടും രുചിയില്ലാത്തൊരു സാധനമായിരുന്നു എനിക്കന്ന് കിട്ടിയത്. അത് ആ വണ്ടിയിൽ മാത്രമല്ല, എല്ലാ വണ്ടിയിലും ഇത് തന്നെയാണ് അവസ്ഥ. ഒന്നെങ്കിൽ എന്തെങ്കിലും കട്ട്ലറ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഓംലെറ്റ്, ഇങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കിട്ടുന്നത്. ഓംലെറ്റൊക്കെ പിന്നെയും കുഴപ്പമില്ല, കഴിക്കാൻ കട്ട്ലറ്റും കുഴപ്പമില്ല. പക്ഷേ ഈ പൂരി കിട്ടിയത് വൻ ശോകമായിട്ടുമായിരുന്നു. അത് ഇവർക്ക് ഫുഡിൻ്റെ അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞ് ഞാൻ കാസർഗോഡ് വന്ദേ ഭാരതിൽ യാത്ര ചെയ്തു. കാസർഗോഡ് വന്ദേ ഭാരതിൽ എറണാകുളത്തിന് കാസർഗോഡ് പോയി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി, ഉച്ചയ്ക്ക് ലഞ്ച് കിട്ടി. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ എഗ് ബുർജി ആയിരുന്നു, അതിൻ്റെ കൂടെ പൊട്ടാറ്റോ വെജ് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ കാസർഗോഡ് വന്ദേ ഭാരതിൽ ഫുഡ് സെർവ് ചെയ്യുന്നത് CAFS എന്നൊരു കാറ്ററിംഗ് ടീമാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, ഈ മറ്റേ എയർപോർട്ടിലും പിന്നെ എയർപോർട്ടിലൊക്കെ ഫ്ലൈറ്റിലൊക്കെ ഫുഡ് ഡെലിവറി ചെയ്യുന്ന ഒരു ടീമാണ്. അവരാണ് ഇപ്പോൾ വന്ദേ ഭാരതിൽ ഫുഡ് കൊടുക്കുന്നതും അവരുടെ സ്റ്റാഫാണ് സെർവ് ചെയ്യുന്നതൊക്കെ. മലയാളികളാണ്, അങ്ങനെ ഹിന്ദിക്കാരങ്ങനെ ആരുമില്ല. അപ്പോൾ ഇവരാണ് ഫുഡ് കൊടുക്കുന്നത്. നല്ല ഫുഡാണ്. ആദ്യമൊക്കെ നമ്മുടെ വന്ദേ ഭാരതിലെ ഫുഡൊക്കെ വൻ ശോകമായിരുന്നു. എല്ലാം ഈ നോർമൽ താലി അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം നമ്മുടെ കേരള ക്യുസീനൊക്കെ വന്നു തുടങ്ങി. അപ്പവും മുട്ടക്കറിയും, പിന്നെ ഇഡ്ഡലി സാമ്പാർ, പിന്നെ ഉച്ചയ്ക്ക് ഊണ്, അങ്ങനെ പിന്നെ മറ്റേ നെയ്ച്ചോറുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഇത്ര ഐറ്റംസൊക്കെ നമ്മുടെ കേരള സ്റ്റൈൽ ഫുഡെല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആദ്യം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ, നോർത്തിൽ പോകുമ്പോൾ അറിയാലോ, നോർത്ത് ഇന്ത്യൻ ഐറ്റംസാണ് കിട്ടുന്നത്. നോർത്ത് ഇന്ത്യൻ ഐറ്റംസ് നമുക്ക് കഴിക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇപ്പോൾ കട്ട്ലറ്റ് ആണെങ്കിലും എന്താണെങ്കിലും പൂരി ആണെങ്കിലും കഴിക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇതിന് ടേസ്റ്റ് എന്ന സാധനം അടുത്തൂടെ പോലും പോയിട്ടില്ല എന്ന് പറയുമ്പോൾ എന്താ വേണ്ട പറ. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് മനസ്സിലാവും. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ടേസ്റ്റ് എന്ന സാധനം അടുത്തൂടെ പോയിട്ടില്ല. അതുപോലത്തെ വൃത്തിയായിട്ട് ഐറ്റമാണ് ഇവിടെ സെർവ് ചെയ്യുന്നത്. ഫുഡ് മോശമാണെന്നല്ല, പക്ഷേ ടേസ്റ്റ് ഇല്ല. ക്വാണ്ടിറ്റി കുഴപ്പമില്ല, ഒട്ടും ടേസ്റ്റ് ഇല്ല. ആ ഒരു ഉപ്പും ഇല്ല, എരിവും ഇല്ല. പൂരിയാണ് ഒരുമാതിരി കട്ടി പോലെ ഇരിക്കുന്നത്. എന്താ പറ. അത് അവരുണ്ടാക്കുന്ന അവരുടെ ഐറ്റംസാണ്. അവർക്ക് അതുപോലെ അവരുടെ എന്നോട് പറയുന്ന അടുത്തുള്ള ഒരാളിരിക്കുന്നു പറയുന്നുണ്ടായിരുന്നു, ഫുഡ് ഭയങ്കര മോശമാണ്. അവിടുത്തെ ആൾക്കാരെ പറയുന്നുണ്ട് ഫുഡ് ഭയങ്കര മോശമാണ്. നമ്മുടെ കയ്യിൽ ഇത്രയും പൈസ മേടിച്ചിട്ടാണ് ഇവർ ഫുഡ് നമുക്ക് തരുന്നത്. ടിക്കറ്റിന് കൂടെ തന്നെ 400 രൂപയാണ് ഈ
ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും കൂടെ അവർ മേടിക്കുന്നത്. അത് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് തീരെ ഇല്ല സാധനം. ഇതിലും എത്രയോ ഭേദമാണ് ഈ സാധാരണ അവിടുത്തെ സ്റ്റേഷനിലൊക്കെ ഇതേപോലെ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൽ ഈ 20 രൂപയ്ക്കൊക്കെ പൂരി ബാജി കിട്ടും. മറ്റേ ബട്ടൂര പോലത്തെ വലിയ സംഭവം ഉണ്ടല്ലോ, പൂരിയും അതിൻ്റെ കൂടെ ബാജിയും കിട്ടും. ഞാൻ അന്ന് പഞ്ചാബ് ഓൺ റെയിൽസ് സീരീസ് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ബട്ടിണ്ട സ്റ്റേഷനിൽ ഇതേപോലെ പ്ലാറ്റ്ഫോമിൽ ഇതാണ് കഴിച്ചുകൊണ്ടിരുന്നത്. നല്ല ടേസ്റ്റാണ്, നല്ല വലിയ പൂരി 2 ബാജിയും നല്ല രുചിയാണ്. 20 രൂപയേ ഉള്ളൂ, 20 രൂപ. അതിൻ്റെ അടുത്തൂടെ പോലും പോകാത്ത ഐറ്റമാണ് ഇവർ IRCTCക്കാർ ട്രെയിനിൽ കൊടുക്കുന്നറിയോ. ഒന്ന് ആലോചിച്ച് ചോദിക്കേ, നമ്മുടെ ഇത്രയും ശരിക്കും പറഞ്ഞാൽ സ്കാം അല്ലേ, ഉള്ള കാര്യം പറയാമല്ലോ. ഇത്രയും പൈസ മേടിച്ചിട്ട് ഇതുപോലത്തെ വൃത്തികെട്ട ഐറ്റം കൊടുക്കാൻ ഇവർക്ക് നാണമില്ലെന്ന് ആലോചിക്കണേ. എത്ര വർഷമായിട്ട് തുടങ്ങിയ പരിപാടിയെന്ന് പറയും. ഇവർക്ക് ഈ ഫുഡിൻ്റെ കാര്യത്തിൽ ഇവർ ബാക്കി ട്രെയിൻസൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഫുഡിൻ്റെ കാര്യത്തിൽ ഇവർ ഇതുവരെയായിട്ടും ഇപ്പോഴും ആ പഴയ നിൽപ്പിൽ തന്നെ നിൽക്കുന്നത്. ഒന്ന് ഇവരുടെ മെനു ഒന്നും അപ്ഡേറ്റ് ചെയ്യുന്നില്ല. എവിടെ പോയി ഏത് വണ്ടി പോയി കഴിച്ചാലും ഒരേ ടേസ്റ്റ്, ഒരേ സാധനം കൊടുക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷേ കുറച്ചെങ്കിലും ടേസ്റ്റ് കൊടുക്കുന്നത് ഞാൻ അറിയിക്കട്ടെ, കുറച്ചെങ്കിലും ടേസ്റ്റ്. ഇവർ ഈ ഇത്രയും നേരത്തെ ഉണ്ടാക്കിയിട്ട് ഫുഡിനകത്ത് ലോഡ് ചെയ്യുന്നതാണ്. ഈ വന്ദേ ഭാരതിൽ ഇതുപോലെ തന്നെയാണ്, രാജധാനിയിലും ഇതുപോലെ തന്നെ. രാജധാനിയിലും ദുരന്തമൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഫസ്റ്റ് എ സിയിൽ മാത്രമാണ് ട്രെയിനകത്ത് ഉണ്ടാക്കി കിട്ടുന്ന ഭക്ഷണം കിട്ടുന്നത്. അല്ലാതെ സെക്കൻഡ് എ സിയിൽ തേർഡ് എസിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അത്യാവശ്യം കുറേ ആൾക്കാരുള്ളതുകൊണ്ട് അവർക്ക് ട്രെയിനിൽ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്ന് ലോഡ് ചെയ്യും. പുറത്തുനിന്ന് ലോഡ് ചെയ്തിട്ട് ചിലപ്പോൾ ചൂടാക്കാതെയും തരും. ചൂടാക്കാതെ ഇതേപോലെ ഫുഡ് തരും, കാശിന് കൊള്ളൂല. പക്ഷേ ഫസ്റ്റ് എ സിയിൽ കയറി നല്ല കിടിലും ഫുഡും കിട്ടും, നല്ല ക്വാണ്ടിറ്റിയും കാണും. ഇതാണ് മെയിൻ പ്രശ്നം. തേർഡ് എ സിയിലും സെക്കൻഡ് എ സിയിലും കയറിയാൽ ഇതേപോലത്തെ തേനിന് ഫുഡ് കിട്ടും. ഇത് തന്നെയാണ് അവസ്ഥ. പ്രീമിയം ട്രെയിനിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഈ ഫുഡിൻ്റെ കേസ്. അപ്പോൾ ഈ ഫുഡ് പുറത്തുനിന്ന് ചില വണ്ടികളൊന്നും ഇവർ ഓൺലൈൻ ഡെലിവറി അലോ ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുള്ള കാരണം കഴിവതും എല്ലാവരും ഫുഡ് ട്രെയിനിൽ തന്നെ വാങ്ങിക്കും. പക്ഷേ ഈ ട്രെയിനിൽ നിന്ന് വാങ്ങിക്കുന്ന ഫുഡാണെങ്കിൽ കാശിന് കൊള്ളൂല. അതാണ് ഈ മെയിൻ പ്രശ്നം. അത് ഏത് കാലത്ത് നന്നാവുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അത് ആലോചിക്കണം, ഏത് കാലത്ത് നന്നാവുമെന്ന് ആലോചിക്കണേ. ഇത് ആരെങ്കിലും ഒന്നെങ്കിൽ പണി അറിയുന്ന ആരെങ്കിലും ഇതിൻ്റെ തലപ്പത്ത് വരണം, എന്നാൽ എന്തെങ്കിലും നടക്കത്തുള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നും നടക്കത്തില്ല. ഇത് ഇങ്ങനെ ഇപ്പോഴും ആ പഴയ പോക്കിൽ തന്നെ പോകുന്നത്. നമ്മൾ ട്രെയിനിൽ കയറിയാൽ രാവിലെ കിട്ടുന്നത് ഒന്നെങ്കിൽ വെജ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ കട്ട്ലറ്റ് കിട്ടും, ബ്രെഡും കിട്ടും, ഉണക്ക ബ്രെഡ് കിട്ടും. ഒരു രുചിയില്ലാത്തൊരു ഉണക്ക ബ്രെഡ്. കട്ട്ലറ്റ് അതുപോലെ തന്നെ. ഓംലെറ്റ് പിന്നെയെങ്കിലും കഴിക്കാം, അത് പിന്നെ എല്ലാം ഒരേ ടേസ്റ്റാണ്. ഓംലെറ്റ് പിന്നെയെങ്കിലും കഴിക്കാം. ഉച്ചയ്ക്ക് നമ്മൾ പറയുകയാണെങ്കിൽ ഇതേപോലെ ഒരു റൊട്ടി, പിന്നെ നോൺ വെജ് പറയുകയാണെങ്കിൽ ചിക്കൻ കറിയാണ്, വെജ് ആണെങ്കിൽ എന്തെങ്കിലും പനീർ കറി കാണും, പിന്നെ കുറച്ച് ചോറ്, പരിപ്പ്, എന്തെങ്കിലും സ്വീറ്റ് ഐറ്റംസ്. ഇതിൽ ചില സമയത്തൊക്കെ പരിപ്പൊക്കെ വെള്ളം പോലെ ആയിരിക്കണേ. ഞാൻ ആ വാരണാസി ഭാരതി കയറിയപ്പോൾ ഞാൻ കാണിച്ചായിരുന്നു, വെള്ളം പോലത്തെ പരിപ്പ് കറിയായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ കിട്ടുന്നത് സബ്ജി ആണെങ്കിലും വൻ ശോകമായിരുന്നു. അപ്പോൾ ഇതാണ് ഉച്ചയ്ക്ക് കിട്ടുന്നത്. രാത്രി ഇതുപോലത്തെ സെയിം തന്നെ കിട്ടുന്നത്, വേറെ ഒരു വ്യത്യാസമില്ല. വൈകിട്ട് കിട്ടുന്ന സ്നാക്സ് എന്ന് പറഞ്ഞ് ഈ ദുരന്തോലി രാജധാനി തരുന്നത് ഒരു സാൻഡ്വിച്ചാണ്. അതിനകത്താണെങ്കിൽ അത് തുറന്ന് നോക്കുമ്പോൾ തന്നെ അതിനകത്തൊന്നുമില്ല, ചുമ്മാ എന്തോ ഒരു പേസ്റ്റ് പോലത്തെ സാധനം തേച്ച് വെച്ചിട്ട് ക്യാരറ്റിൻ്റെ എന്തോ ചെറിയ ഇതേപോലെ പീസ് പോലെ കാണും. അത് കടിക്കാൻ പോലും ഒന്നുമില്ല. ഇതാണ് സാൻഡ്വിച്ച്. നമ്മുടെ നാട്ടിലൊക്കെ സാൻഡ്വിച്ച് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും പച്ചക്കറി ഉണ്ടാകും, ഇതൊന്നുമില്ല. എന്ത് ആരുടെ സാൻഡ്വിച്ചിൻ്റെ പേരിട്ടാണ് അത് ആലോചിക്കണേ, സാൻഡ്വിച്ചാണ്. എന്തോ പറയാനെന്ന് ഓരോ ഇത് തന്നെയാണ് അവസ്ഥ. ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, പണി അറിയുന്ന അല്ലെങ്കിൽ തലയ്ക്കകത്ത് എന്തെങ്കിലും ആൾതാമസമുള്ള ആൾക്കാർ ഇതിൻ്റെ തലപ്പത്ത് പറഞ്ഞു. എന്നാൽ ഈ പരിപാടിയൊക്കെ മാറി നല്ല അത്യാവശ്യം നല്ല ഭേദപ്പെട്ട ഫുഡ് നമ്മുടെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർക്ക് കിട്ടത്തുള്ളൂ. ഇതിനടിയിൽ വരാൻ പോകുന്ന കമൻസ് എനിക്കറിയാം. നിനക്ക് വേണമെങ്കിൽ ട്രെയിനിൽ പോയാൽ മതി, നിന്നോട് ആരെങ്കിലും നിർബന്ധിച്ചോ ട്രെയിനിൽ പോകാൻ? ഞാൻ പറയട്ടെ, നമ്മൾ പൈസ എണ്ണി കൊടുത്താണ് പോകുന്നത്, അല്ലാണ്ട് ഈ കമൻ്റ് ഇടുന്നവൻ്റെ ഔദാര്യത്തിനല്ല നമ്മൾ പോകുന്നത്. പൈസ എണ്ണി കൊടുത്ത് പോകുമ്പോൾ അതിനുള്ള സർവീസ് നമുക്ക് കിട്ടണം. ഇന്ത്യൻ റെയിൽവേസ് ചെയ്യുന്ന ഒരു സർവീസാണ് അത്, വേറെ ഒരു പരിപാടിയില്ല, സർവീസാണ്. അപ്പോൾ സർവീസിന് അനുസരിച്ചുള്ള റിട്ടേൺ നമുക്ക് കിട്ടണം. അപ്പോൾ റിട്ടേൺ നമുക്ക് കിട്ടിയില്ല, നമ്മൾ എന്തായാലും പൈസ മുടക്കി പോകുന്ന ആൾ ചോദിക്കും ഇതെന്താണ് ഇതെന്ന് ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കും. അല്ല മിണ്ടായിരുന്ന് ആരും പോകത്തില്ല. ഇപ്പം ഞാൻ പറയട്ടെ, റെയിൽവേ ഈ വന്ദേ ഭാരത് ട്രെയിനിൻ്റെ ഒക്കെ ഇനാഗുറേഷൻ സമയത്ത് ഇവർ ഈ പാസ് കൊടുത്ത ആൾക്കാരെ കയറ്റുമ്പോൾ അവർ കൊടുക്കുന്ന ഇപ്പോൾ മീൽസൊക്കെ കൊടുക്കും. ഇനാഗുറേഷൻ രണ്ടിലൊക്കെ കയറുന്ന ആൾക്കാർക്കൊക്കെ ഇവർ ഫുഡൊക്കെ കൊടുക്കും. അതൊക്കെ കിടിലം ഫുഡാണ് കൊടുക്കണേ. പുറത്തേനും ഹോട്ടലുകാർക്കൊക്കെ കൊടുത്തിട്ട് നല്ല കിടിലം ഫുഡ് കൊടുക്കും. ഇവർക്ക് അതേപോലെ എന്താണ് ഈ നോർമൽ ഓട്ടത്തിന് ചെയ്യാൻ പറ്റാത്തതിന് ആലോചിക്കണേ. ഈ ഒന്നെങ്കിൽ ഏതെങ്കിലും നല്ല അടിപൊളി നല്ല കാറ്ററിംഗ് ടീമിന് കൊടുക്കുക, ഈ CAFS പോലത്തെ എന്തെങ്കിലും കാറ്ററിംഗ് ടീമിന് കൊടുക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഈ ഹോട്ടലുകാരൊക്കെ ഇല്ലേ, അത്യാവശ്യം നല്ല വലിയ ഹോട്ടലുകാർക്കൊക്കെ അവർക്ക് എന്തെങ്കിലും കാറ്ററിംഗ് കൊടുക്കുക. അല്ലാതെ ഈ ലോക്കൽ കാറ്ററിങ്ങിനൊക്കെ കൊടുത്താൽ ഇത് ഭയങ്കര മോശമാണ്. ഞാൻ പല പ്രീമിയം ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ട്, രാജധാനിയിലാണെങ്കിൽ എല്ലാം ഇതേപോലത്തെ അവസ്ഥയാണ്, സെയിം അവസ്ഥയാണ്.
ഞാൻ പറഞ്ഞില്ല, എനിക്ക് തിരുപ്പതി വന്ദേ ഭാരതിലും പിന്നെ ഈ കാസർഗോഡ് വന്ദേ ഭാരതിലും മംഗലാപുരം വന്ദേ ഭാരതിലാണ് അത്യാവശ്യം നല്ല ഭേദപ്പെട്ട ഫുഡ് കിട്ടിയിട്ടുള്ളത്. ബാക്കിയെല്ലാം വൻ ശോകമായിരുന്നു. ഒന്നെങ്കിൽ ഇവരെ ലോക്കൽ ക്വിസിൻസ് കൊടുക്കുക, അതായത് ഇപ്പം കേരളത്തിൽ നിന്ന് ഇവിടുന്ന് വണ്ടിയാണെങ്കിൽ കേരളത്തിൽ രാവിലെ എടുക്കുകയാണെങ്കിൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കേരള സ്റ്റൈൽ എന്തെങ്കിലും, എന്നിട്ട് ഉച്ചയ്ക്ക് കർണാടകത്തിൽ എത്തുവാണെങ്കിൽ ഇപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ചിന് സമയത്താണെങ്കിൽ എന്തെങ്കിലും കർണാടക സ്റ്റൈൽ ഫുഡ്. അപ്പോൾ ഒന്നെങ്കിൽ അങ്ങനെ, അതായത് ഓരോ സ്ഥലത്തെത്തുമ്പോൾ അവിടുത്തെ ലോക്കൽ ക്വിസിൻസ് ആ ഒരു നേരം അനുസരിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പം നോർമൽ എല്ലാവർക്കും സെയിം ടൈപ്പ് ഫുഡ് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പം വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇതുപോലത്തെ താലി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചെങ്കിലും രുചിയോടെ ഉണ്ടാക്കുക. അല്ലാണ്ട് ആർക്കാണ്ടോ വേണ്ടി പൈസ കിട്ടാൻ വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്ന പോലെ കൊടുത്താൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, നമ്മളൊരു കല്യാണത്തിന് പോയി, കല്യാണമൊക്കെ വമ്പൻ സെറ്റപ്പാണ്, വീട്ടിലും കല്യാണമാണ്, നല്ല അടിപൊളി ഓഡിറ്റോറിയം, നല്ല സെറ്റപ്പ്. പക്ഷെ അവിടുത്തെ ഫുഡ് ഷോക്കാണ്. നമ്മളെന്താ പറയുന്നത്, കല്യാണം മോശമാണെന്ന് പറയും, വൻ മോശം കല്യാണം എന്ന് പറയത്തുള്ളൂ. പക്ഷേ ഒരു കല്യാണം, ഇപ്പം സാധാരണ ഒരു കല്യാണം അതിൽ ഫുഡ് അടിപൊളിയാണെങ്കിൽ നമ്മൾ പറയും കിടിലൻ കല്യാണം എന്ന് പറയും. അപ്പം ഫുഡാണ് അവിടുത്തെ മെയിൻ കാര്യം. ഇപ്പോൾ ഏതെങ്കിലും വണ്ടി കയറിയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഫുഡ് കൊള്ളത്തില്ലെങ്കിൽ പറയും വണ്ടി കൊള്ളത്തില്ല, അങ്ങനെ പറയത്തുള്ള ആൾക്കാർ. ഞാൻ പറഞ്ഞില്ലേ, കല്യാണത്തിന് പോകുകയാണെങ്കിൽ ഏതെങ്കിലും കല്യാണത്തിന് പോകണമെങ്കിൽ ഫുഡ് മോശമാണെങ്കിൽ പറയും കല്യാണം മോശമാണെന്ന് പറയും, അങ്ങനെ പറയത്തുള്ളൂ. ഫുഡാണ് അവിടുത്തെ മെയിൻ കാര്യം. അപ്പോൾ അത് ഒരു ഫാക്ടറാണ് മെയിനായിട്ട്. നമ്മൾ ഈ ഫുഡ് സെലക്ട് ചെയ്തിട്ട് പ്രീമിയം ട്രെയിനിൽ പോകുന്നത് നിങ്ങളെയൊക്കെ കാണിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ എൻ്റെ കാര്യം അതാണ്. അല്ലാതെ യാത്ര ചെയ്യുന്നവർക്കും അവർക്കും ഇതേപോലെ രുചിയുള്ള ഭക്ഷണം പ്രതീക്ഷിച്ചാണ് അവർ പോകുന്നത്. പക്ഷേ ആർക്കും അങ്ങനെ രുചിയുള്ള ഭക്ഷണമൊന്നും കിട്ടാറില്ല. എല്ലാവരും മിണ്ടാതെ കഴിക്കുക, അതാണ് മെയിൻ പരിപാടി, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതാണ് ഇപ്പം നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ഇപ്പോഴും മാറാത്തൊരു സംഭവം എന്ന് പറയുന്നത്. എത്രയൊക്കെ പ്രീമിയം ട്രെയിൻ വന്നാലും ഇതേപോലെ ആ ഒരു പഴയ ഫുഡിൻ്റെ ഇതും വെച്ചുകൊണ്ട് ഇപ്പോഴും ഇരിക്കുകയാണ്. ഞാനൊന്നും പറഞ്ഞില്ല, വന്ദേ ഭാരത് സ്ലീപ്പറിൽ കയറിയപ്പം വണ്ടിയൊക്കെ അടിപൊളിയാണ്, പക്ഷേ ഫുഡ് ഓക്കെ ആണെന്ന്. പക്ഷെ അവർ സെർവ് ചെയ്ത സാധനങ്ങൾ പഴയ ഇത് തന്നെയാണ്, ആ മറ്റേ ഡിസ്പോസിബിൾ ടൈപ്പ് സംഭവങ്ങൾ. ഇത്രയും നമ്മൾ വന്ദേ ഭാരത് സ്ലീപ്പർ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ പൈസ കൊടുത്തത് പോകുന്നൊരു വണ്ടിയാണ് പാസഞ്ചർ ട്രെയിന്. അതിൽ ഫുഡ് സെർവ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ഈ CAFസിൻ്റെ കാറ്ററിങ്ങിലെ ബോക്സ് നിങ്ങൾ കണ്ടില്ലായിരുന്നോ, അതേപോലത്തെ എന്തെങ്കിലുമൊക്കെ ബോക്സ് കൊടുക്കുകയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇത് ആ പഴയ ടൈപ്പ് ഡിസ്പോസിബിൾ പ്ലേറ്റും സംഭവങ്ങളൊക്കെയാണ് കൊടുത്തേക്കണം. പോരെ, എന്ത് പറയാനാ, ഇത്രയും പൈസ കൊടുത്ത് പോകുന്ന അതിനനുസരിച്ചുള്ള എന്തെങ്കിലും കൊടുക്കരുതോ. പിന്നെ വേറെ കാര്യം ഞാൻ നോട്ടീസ് ചെയ്തത് സർവീസിൻ്റെ കാര്യത്തിലാണ്. നോർത്തിലേക്ക് പോകുമ്പോൾ വേണേ കഴിച്ചാൽ മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്, മനസ്സിലായോ? വേണേ തിന്നിട്ട് പോകും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. ഏത് വന്ദേ ഭാരതല്ല, ഏത് പ്രീമിയം ട്രെയിനാണെങ്കിലും അവരുടെ ആ ഒരു പെരുമാറ്റം നമുക്ക് കാണുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും. പക്ഷേ ഇവിടെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. എസ്പെഷ്യലി നമ്മുടെ കേരളത്തിലെ വന്ദേ ഭാരതിൽ ആണെങ്കിലും അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അവർ നല്ല സർവീസാണ്. പക്ഷേ കേരളത്തിന് പുറത്ത് ഡൽഹി ഭാഗത്തൊക്കെ പോയാൽ, അന്ന് ഞാൻ ജോധ്പൂർ വന്ദേ ഭാരതിൽ കയറിയപ്പോൾ ഇതുപോലെയായിരുന്നു. അവൻ വേണേ തിന്നാൽ മതി, വേണേ മതി എന്നുള്ള ആറ്റിറ്റ്യൂഡാണ്. ഈ പാൻട്രിയുള്ള വണ്ടികളിലാണെങ്കിൽ തന്നെ ഇതുപോലെയാണ്. ഇവന്മാർ ഈ പാമ്പരാക്കും ചവച്ചുകൊണ്ട് ഒരു വൃത്തിയില്ലാതെ വേഷത്തിലാണ് ഇവർ ഫുഡ് കൊടുക്കാൻ പോകുന്നതും ഫുഡ് സെർവ് ചെയ്യുന്നതും. പാൻട്രി കയറി പിന്നെ അറിയാമല്ലോ, ഇതിൻ്റെ അപ്പുറത്തെ അവസ്ഥയാണ്. ഇതുപോലത്തെ ഓരോ അവസ്ഥയാണ് ഓരോ വണ്ടിയിൽ. പാൻട്രിക്കാരനകത്ത് നമ്മൾ മൊബൈലും കൊണ്ട് പോയാൽ ഷൂട്ട് ചെയ്യാൻ പാടെന്ന് പറഞ്ഞുകൊണ്ട് അമ്മമാർ വരും. അമ്മമാർക്ക് പേടി, കാരണം അകത്തത്തെ വിഷ്വലൊക്കെ പുറത്തു പോകും. അപ്പോൾ അതുകൊണ്ട് അമ്മമാർ നമ്മൾ മൊബൈലും കൊണ്ട് അകത്ത് കയറുമ്പോൾ ഇങ്ങനെ നോക്കും. പാൻട്രിക്കാരനകത്ത് വൻ ശോകമാണ്. പാൻട്രിക്കാരന് അകത്ത് അത്യാവശ്യം വൃത്തിയുള്ള വണ്ടികളെന്ന് പറയുന്നത് കേരളത്തിൽ വിടുന്ന കണക്കാണ്. അന്ന് ഞാൻ മറ്റേ ഏതായിരുന്നു അവധ് ആസാം എക്സ്പ്രസ്സിൽ കയറിയപ്പോൾ, അത് മറ്റേ ആസാമിൽ നിന്ന് വിടുന്ന വണ്ടിയാണ്. അതിൽ പാൻട്രി അത്യാവശ്യം നീറ്റായിരുന്നു കേട്ടോ, കുഴപ്പമില്ലായിരുന്നു. ബാക്കി ഉള്ള വണ്ടി വിവേകിലൊന്നും പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. വിവേക് അരുണയൊക്കെ പറയേണ്ട ആവശ്യമില്ല, അതിനപ്പുറത്തെ ശോകമായിരിക്കും. കേരള എക്സ്പ്രസ് മംഗളമൊക്കെ പറയേണ്ട ആവശ്യമില്ല, ഭയങ്കര ശോകമായിരിക്കും. നമ്മൾ ഒരുപാട് റീലും വീഡിയോ ഒക്കെ കാണാറുണ്ട് അതിനകത്തത്തെ വിഷ്വൽസൊക്കെ. അപ്പോൾ ഈ സാധാരണ ട്രെയിനുകൾ ഇതേപോലെ പാൻട്രിയിൽ ഈ കാറ്ററിംഗ് ടീമിനെ സാധാരണ ഈ IRCTC ഈ മറ്റേ ടെൻഡർ വിളിച്ചിട്ട് അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ ടെൻഡർ വിളിച്ച് കൊടുക്കുക, അവരുടെ പണി അവിടെ കഴിഞ്ഞു. പിന്നെ IRCTCക്കാർ ഇതിനെ വൃത്തി നോക്കാനോ ഒരടിക്കൊന്നും പോകാറെന്ന് എനിക്ക് തോന്നുന്നത്. ഇവർ ഈ റെയിൽവേയുടെ സോഷ്യൽ മീഡിയ പേജ് നമുക്ക് കാണാം, ഇതേപോലെ IRCTCക്കാർ വന്ന് ഇൻസ്പെക്ട് ചെയ്തു, ഫുഡിൻ്റെ ക്വാളിറ്റി നോക്കി എന്നൊക്കെ പറഞ്ഞ് കാണാം. പക്ഷെ അതൊന്നും നമ്മൾ നോർമൽ ഡേയിൽ ഒരു ദിവസം പോയി കയറുമ്പോൾ നമ്മൾ കാണാറൊന്നുമില്ല. അവർ ആൾക്കാരൊന്നും നോക്കുമ്പോൾ തിരിച്ചും ബാക്ക് ടു പഴയ ഇതിലാവും, ഒരു വൃത്തി കാണത്തില്ല, കാണത്തില്ല. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ ഇനി നന്നാവാനുള്ള ഏക ഒരു വിഭാഗമാണ് ഫുഡ്. ബാക്കിയൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. പഞ്ച്വാലിറ്റിയുടെ കാര്യം പറയുവാണെങ്കിലും അതിന് കുറേ കാരണങ്ങളുണ്ട്. പക്ഷേ ഫുഡിൻ്റെ കാര്യം നന്നാക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. അത് മുകളിലിരിക്കുന്ന ആൾക്കാർ കുറച്ചുകൂടി സ്ട്രിക്റ്റായി ഇതൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്യണം, അല്ലാണ്ട് ഒരു രക്ഷയില്ല. നമ്മൾ ഇവർക്ക് ഈ ടെൻഡർ വിളിച്ച് കൊടുക്കുമല്ലേ പാൻട്രി ടീമൊക്കെ, ടെൻഡർ വിളിച്ച് കൊടുത്താൽ IRCTC പരിപാടിയുടെ കഴിഞ്ഞു. പിന്നെ അവരത് നോക്കാനോ പിടിക്കാനൊന്നും പോകാറൊന്നുമില്ല.
ചെക്ക് ചെയ്യാൻ പോകാറൊന്നുമില്ല, വൃത്തി നോക്കാൻ പോകാറൊന്നുമില്ല. അതുപോലെ തന്നെ വേറെ കാര്യമാണ് IRCTCയുടെ ബേസ് കിച്ചൺ, അതായത് നമ്മുടെ ഈ രാജധാനി പ്രീമിയം ട്രെയിനുകളിലൊക്കെ ഇവർ ഈ ഫുഡ് സെർവ് ചെയ്യുന്ന കിച്ചൻ്റെ വൃത്തി അതൊക്കെ എന്തോരോട്ടം നമുക്കറിയത്തില്ല. നമ്മൾ ഫുഡ് വീട്ട് നമ്മൾ കഴിക്കുന്നു, അതൊക്കെ ഏത് വൃത്തിയുള്ള സാഹചര്യത്തിൽ ഉണ്ടാക്കിയാണോ എന്താണെന്ന് നമുക്കറിയത്തില്ല. ഫുഡിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് എനിക്ക് തോന്നുന്നു വലിയ വൃത്തിയൊന്നും കാണത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതുപോലെ വൃത്തിയുടെ ഫുഡാണ് എല്ലാം കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ പ്രീമിയം ട്രെയിൻ, ഇനി ഞാൻ പ്രീമിയം ട്രെയിനിൽ യാത്രയാണ്, ഞാൻ ഫുഡ് സെലക്ട് ചെയ്യത്തില്ല, മതിയായി. ആദ്യം നോക്കും, പോകുന്ന വഴിക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ നോക്കും, കിട്ടിയില്ലെങ്കിൽ ഫുഡ് സെലക്ട് ചെയ്തേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ വേറെ രക്ഷയില്ല. അതാണ് ഈ മെയിൻ പ്രശ്നം. നമുക്ക് ഈ പുറത്തുനിന്നുള്ള ഓപ്ഷൻ കിട്ടാത്തതാണ് മെയിനൊരു പ്രശ്നം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫുഡ് എടുത്തു പോകുന്നത്. അപ്പോൾ അത് ഇവർ ഈ കാശ് വാങ്ങിച്ചകത്തിടും, ഇവർ നോക്കുന്ന പരിപാടിയൊന്നുമില്ല. ഇവർ അവരുടെ പാട്ടിന് പോകും. കാറ്ററിംഗ് ടീം അവർ കാറ്ററിംഗ് നടത്തും, വൃത്തിയും കാണത്തില്ല, ഒരു ഭക്ഷണത്തിന് ഒരു രുചിയും കാണത്തില്ല. പേര് പോകുന്ന ആരുടെ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ പേരാണ് പോകുന്നത്, അല്ലാതെ കാറ്ററിംഗ് ടീമിൻ്റെ പേരല്ല. ഇപ്പോൾ ഒരു ട്രെയിനിൽ കയറിയിട്ട് മോശമാണെങ്കിൽ, ഫുഡ് മോശമാണെങ്കിൽ പറയും ട്രെയിൻ മോശമാണെന്ന് പറയും. അങ്ങനെ പറയത്തുള്ളൂ. വൃത്തിയായിട്ട ട്രെയിനാണ്, വൃത്തിയായിട്ട ഫുഡാണ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഇന്ത്യൻ റെയിൽവേൻ്റെ കുറ്റം പറയും, ഇന്ത്യൻ റെയിൽവേ കൊടുക്കുന്ന ഫുഡ് മോശമാണ്. ആരും കാറ്ററിംഗ് ടീമിനെ പറയത്തില്ല. കാറ്ററിംഗ് ടീമാണ് അവിടെ മെയിനായിട്ട് ഫുഡ് മോശമാക്കി കൈ കൊടുക്കുന്നത്. പക്ഷേ പഴി വരുന്നത് ഇന്ത്യൻ റെയിൽവേക്കാണ്. ഇതൊക്കെ ഏത് കാലത്ത് നന്നാകുമോ എന്തോ ഒരു പിടിയില്ല. എന്തായാലും ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഇതൊക്കെ നന്നാവട്ടെ എപ്പോഴെങ്കിലും. കുറച്ച് ദിവസമായിട്ട് യാത്രയൊന്നും ഇല്ലായിരുന്നു, വീട്ടിൽ തന്നെ ആയിരുന്നു. ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പുറത്തൊക്കെ പോയി ഒന്ന് പോയേക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദിവസം യാത്രയൊന്നും ഇല്ലായിരുന്നു. യാത്ര തുടങ്ങും. നമ്മുടെ അടുത്ത യാത്ര എന്ന് പറയുന്നത് ഈയിടെ തുടങ്ങിയ, കഴിഞ്ഞ മാസം തുടങ്ങിയ നമ്മുടെ എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസ് ഉണ്ട്, പുതിയത്. അത് നേരത്തെ സ്പെഷ്യലായിരുന്നു. അപ്പോൾ അത് വണ്ടി പോകുന്നത് എറണാകുളത്തിൻ്റെ യാത്ര എടുക്കുന്ന വണ്ടിയാണ്. അത് ട്രിച്ചി വഴിയൊക്കെ കറങ്ങി പോകുന്ന ഒരു വേറെ റൂട്ടിൽ കൂടെ പോകുന്ന വണ്ടിയാണ്. നമ്മൾ സാധാരണ വേളാങ്കണ്ണി എക്സ്പ്രസ് പോകുന്ന റൂട്ടല്ല. അപ്പോൾ ആ വണ്ടിക്ക് പോകുന്നുണ്ട്. പിന്നെ ഒരു ഡീസൽ ട്രെയിൻ മാത്രം പോകുന്ന ഒരു സെക്ഷനിൽ നമ്മൾ പോകുന്നുണ്ട്. അത് കർണാടകത്തിലാണ്. ഇതിനു മുമ്പ് പോയിട്ടുണ്ട്, അവിടെ ഒന്നുകൂടെ പോകുന്നുണ്ട്. എന്തായാലും ഡീസൽ ട്രെയിനുകളൊന്നും ഇനി അതിൽ നിന്നുള്ള കാണത്തില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അതും കവർ ചെയ്യാൻ പോകുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വേറെ കുറേ ട്രിപ്പുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ചെന്നൈ മംഗലാപുരം സൂപ്പർഫാസ്റ്റിൽ യാത്ര ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റേ പോണ്ടിച്ചേരി വണ്ടിയിൽ പോകുന്നുണ്ട്, മംഗലാപുരം പോണ്ടിച്ചേരി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ബാംഗ്ലൂർ രാജധാനി പോകുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് ജബൽപൂർ പോയിട്ട് ജബൽപൂർ കോയമ്പത്തൂർ സ്പെഷ്യൽ ട്രെയിൻ വരുന്നുണ്ട്. 10 മണിക്കൂറൊക്കെ ഇപ്പോൾ ലേറ്റായിട്ട് വരുന്ന വണ്ടി, ആ വണ്ടിക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് അടുത്ത യാത്ര നടന്നത്. പിന്നെ നമ്മുടെ മൺസൂൺ സീരീസും വരുന്നുണ്ട്. മഴയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മൺസൂണിൽ കാണാൻ പോകാൻ പറ്റുന്ന സ്പെഷ്യൽ ട്രെയിൻ ട്രാവൽ റൂട്ടൊക്കെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഓൺ ദ വേ ആണ്. കുറച്ച് ബ്രേക്ക് എടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തലയിൽ വന്നൊരു കണ്ടൻറ്റാണ് ഈ IR സീരീസിൻ്റെ കാര്യം. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. നമ്മൾ ദയവേത് നോർത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ കഴിവതും ഫുഡ് ഓർഡർ ചെയ്യാതെ ഇരിക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ വെറുതെ കാശ് കളയുന്നതായിട്ട് നിങ്ങൾ തോന്നിപ്പോവും. കാരണം ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഫുഡാണ് ഇവർ സെർവ് ചെയ്യുന്നത്. നമ്മുടെ ഇവിടെയൊക്കെ പിന്നെയും കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ കിട്ടുന്ന ഫുഡും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെ തമിഴ്നാട്ടിലെ വന്ദേ ഭാരതിന് അങ്ങനെ പോയിട്ടില്ല, ഒന്ന് ട്രാവൽ ചെയ്യണം. ഞാൻ ട്രാവൽ ചെയ്യുന്നതനുസരിച്ച് എനിക്ക് ഏറ്റവും ബെറ്ററായിട്ട് തോന്നിയത് നമ്മുടെ ഇവിടുത്തെ വന്ദേ ഭാരതും പിന്നെ തിരുപ്പതി വന്ദേ ഭാരതമാണ് കുറച്ച് ബെറ്ററായിട്ട് തോന്നിയത്. ബാക്കിയെല്ലാം വൻ ശോകമാണ്, എല്ലാം ഒരേ ടേസ്റ്റാണ്, ഒരു വ്യത്യാസവും സെയിം ഒരേ കണക്ക് സെയിം സാധനം. അപ്പോൾ അത് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് എന്നോട് ദേഷ്യം തോന്നാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ കമൻറ്റിൽ പറഞ്ഞോ. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ടാണ്. ബൈ.